ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് മായയുടെ കുഞ്ഞിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കഫേ ഉട്ടോപ്പിയയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പരിപാടി. നമ്മുടെ ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കഫേ ഉട്ടോപ്പിയ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് എത്തിയത്. ആരെയും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അവർ അവിടെ വിഷിംഗ് ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ അമ്മ മായ. സുന്ദരിയായിട്ട് അവളും റെഡി ആയിട്ടൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവരവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ആളും തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ച നേരത്താണ് ചെന്നെത്തിയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമ്മളവിടെ ചെന്നു, എല്ലാവരെയൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്ന്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ എടുക്കാനായിട്ട് എല്ലാവരും മാറി മാറി ശ്രമിച്ചിട്ട് ആൾ വരുന്നുണ്ടായിരുന്നില്ല. ഒരു വിധം അവളെ നമ്മൾ വശത്താക്കി കറക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ. ആളാകെപ്പാടെ ഒരു വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടെ നമ്മുടെ കേക്കൊക്കെ വന്ന് അവർ സെറ്റാക്കി വെച്ചു. കേക്ക് മുറിക്കും. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ടാണല്ലോ കൂടിയേക്കുന്നത്. പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും പിന്നെ ഇനി വരുന്ന സംഭവങ്ങളും പിന്നെ നമ്മളിനി എവിടെ കൂടണം എന്നത് വരെ നമ്മളിനി പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോകുള്ളൂ. അതിൻ്റെ ഇടയിൽ അവരവിടെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തകർത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു വെറുതെ ഊഞ്ഞാല കിടക്കണം കണ്ടാൽ നമ്മൾ പിന്നെ വെറുതെ വിടൂല്ലല്ലോ. അപ്പം ഒരാളിരുന്നും അടുത്താളിരുന്നും പിന്നെ നമ്മൾ മൂന്നേരും കൂടി ഒരുമിച്ചിരുന്നു ഒക്കെ ആട്ടമായിരുന്നു കേട്ടോ. ഊഞ്ഞാല കണ്ടാൽ നമ്മൾ ആരും വെറുതെ വിടാറില്ല. പിന്നെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തു. ഫോട്ടോ എടുത്താലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ മാത്രം തീരില്ല. ഗ്യാലറി ഫുള്ളാവാൻ ഈ ഒരു ദിവസം മാത്രം മതി. അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇതെല്ലാം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് കിടന്നു. അതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊഞ്ചും പിന്നെന്താ ഞണ്ടും മീനും ഒക്കെ കൂടിയുള്ള ഒരു കോംബോ ഫുഡാണ് അവർ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടൊരു വെറൈറ്റി സംഭവമായിരുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ആസ്വദിച്ച് അതൊക്കെ തിന്ന് നമ്മൾ അത് കഴിഞ്ഞ് മംഗളം പാടി കെട്ടിപ്പിടിച്ച് പോവുകയാണ്. പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് ഈ പിരിയൽ ചടങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. കെട്ടിപ്പിടിച്ചാലും തീരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.